നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ഉയർത്ത യേശു ഭക്ഷണം കഴിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 36 മുതൽ 43 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നു എന്നവർക്ക് തോന്നി. അവനവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്? ഞാൻ തന്നെ ആകുന്നു എന്ന് എൻ്റെ കയ്യും കാലും നോക്കി അറിവീൻ, എന്നെ തൊട്ടു നോക്കുവീൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കയ്യും കാലും അവരെ കാണിച്ചു. അവർ സന്തോഷത്തോടെ വിശ്വസിക്കാതെ അതിശയിച്ച് നിൽക്കുമ്പോൾ അവരോട്, തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു കണ്ണം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാണെ തിന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ വാസ്തവത്തിൽ വളരെ പേടിച്ചിരിക്കുകയാണ്. കാരണം യേശുവിനെ പിടിക്കുകയും ബന്ധിക്കുകയും വിസ്തരിക്കുകയും വിധിക്കുകയും കുരിശിക്കുകയും അല്ലെങ്കിൽ വലിച്ചഴിച്ച് കൊണ്ടുപോയി കുരിശിക്കുകയും ഒക്കെ ചെയ്ത് യെരുശലേമിലും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുമാണ്. യേശുവിനെ പിടിച്ച ആളുകൾ ഇവരെയും പിടിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അവരുടെ ഭയം. അങ്ങനെ അവർ യഹൂദന്മാരെ പേടിച്ച് ഒരു വീട്ടിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് യേശു വാതിൽ തുറക്കാതെ ആ മുറിയിലെത്തുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ശരീരം ഇന്ന് തേജസ്കരിക്കപ്പെട്ട ശരീരമാണ്. എന്നാൽ ദൂതന്മാരുടെ ശരീരത്തിന് തുല്യമല്ലതാനും. ദൂതന്മാർക്ക് അസ്ഥിയും മാംസവുമില്ല, പിശാചിനുമില്ല. എന്നാൽ യേശുവിൻ്റെ ആ ശരീരത്തിൽ അസ്ഥിയും മാംസവുമുണ്ട്. യേശുവിനെ കണ്ട് ഭയപ്പെട്ട അവരോട് യേശു പറഞ്ഞ്, അടുത്തു വരിക, എന്നെ തൊട്ടു നോക്കുക. ഭൂതത്തിന് അസ്ഥിയും മാംസവുമില്ലല്ലോ. അവർ വളരെ ആശ്ചര്യത്തോടെ നിൽക്കുമ്പോൾ യേശു ചോദിക്കുകയാണ്, ഇവിടെ കഴിക്കാൻ വല്ലതുമുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിന് ഭക്ഷണം കഴിക്കാൻ കഴിയും എന്ന് തെളിയിക്കാൻ അതാവശ്യമായിരുന്നു. അവർ പറഞ്ഞു, വറുത്ത മീനുമുണ്ട്, തേൻകട്ടയുമുണ്ട്. യേശു അത് രണ്ടും അവർ കാണെ കഴിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് ഒരു തോന്നലല്ല, മായക്കാഴ്ചയല്ല, വാസ്തവമായി യേശു ഉയർത്തെഴുന്നേറ്റതാണ് എന്നവർക്ക് മനസ്സിലായി. അതിനാൽ യേശു ദൈവമാണ് എന്ന് ഉറപ്പായി. റോമാലേഖനം 1 അധ്യായത്തിൻ്റെ ആദ്യവാക്യത്തിൽ വായിക്കുന്നത്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ ദൈവപുത്രൻ നിന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തവനാൽ അത്രയെന്നാണ്. അപ്പോൾ യേശു താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റതാണ്. യേശു മശിഹയാണ്, ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്, പുത്രൻ തമ്പുരാനാണ് എന്ന് അവർക്ക് കൃത്യമായി മനസ്സിലായി. ഇവിടെ യേശു ഉയർത്ത ശേഷം കഴിച്ച ആ 2 ഭക്ഷണങ്ങൾ, അത് തീർച്ചയായിട്ടും നമ്മുടെ ധ്യാനത്തിന് വിധേയപ്പെടേണ്ടതാണ്. ഒന്ന്, വറുത്ത മീനാണ് യേശു കഴിച്ചത്. എന്താണ് അതിൻ്റെ ആത്മീക അർത്ഥം? യേശു തൻ്റെ ശിഷ്യരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നാണ്. അപ്പോൾ മനുഷ്യരായ ആളുകളെ, മനുഷ്യരെ സുവിശേഷം പറഞ്ഞ് രക്ഷയെങ്കിലേക്ക് നടത്തി അവരെ നാം ശിഷ്യരാക്കണം. ശിഷ്യരാക്കുക എന്ന് പറഞ്ഞാൽ, ഒരു മീൻ പിടിച്ചാൽ അങ്ങനെ തന്നെ അതിനെ തിന്നാൻ സാധിക്കുകയില്ല. അതിൻ്റെ ചെകിളകളൊക്കെ കളയണം, ചെതുമ്പൽ കളയണം, തലയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുടല് അങ്ങനെയുള്ള ഭാഗങ്ങൾ കളഞ്ഞിട്ട് അതിൻ്റെ ചെളിയും ഉളുമ്പും ഒക്കെ പോകത്തക്കവണ്ണം നന്നായിട്ട് ഉരച്ച് കഴുകണം. അതിനുശേഷമാണ് നല്ല എണ്ണയിൽ അത് വറുക്കേണ്ടത്. അപ്പോൾ അതിന് നല്ലൊരു സ്മെല്ലുണ്ടാകും, നല്ല രുചിയുണ്ടാകും. യേശു വറുത്ത മീൻ ആസ്വദിച്ചു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആത്മാക്കളെ നേടുകയും അവരുടെ കുറവുകളൊക്കെ വചനത്താൽ പരിഹരിച്ച്, സ്നേഹത്താൽ പരിഹരിച്ച്, അവരുടെ വേണ്ടാത്ത ഭക്ഷ്യയോഗ്യമല്ലാത്ത കാര്യങ്ങളൊക്കെ നീക്കിക്കളഞ്ഞ് എനിക്ക് സന്തോഷം ഉണ്ടാകത്തക്കവണ്ണം അവരിൽ
ആനന്ദിക്കത്തക്കവണ്ണം നിങ്ങളവരെ പാകപ്പെടുത്തണം. അതാണ് അതിൻ്റെ ഒരു അർത്ഥം. വേദപുസ്തകത്തിലെ ഏത് കാര്യത്തിനും ഒരു ആത്മീയ അർത്ഥമുണ്ട്. പിന്നീട് യേശു കഴിച്ചത് തേനാണ്, അല്ലെങ്കിൽ തേൻകട്ടയാണ്. തേനുണ്ടാകുന്നത് നമുക്കറിയാം, വ്യത്യസ്ത പൂവുകളിലും മരങ്ങളിലും ചെന്നിട്ടാണ് ഈ തേനീച്ചകൾ അടുത്തുനിന്നും അകലെ നിന്നുമൊക്കെ ഈ തേൻ കൊണ്ടുവന്ന് ശേഖരിക്കുന്നത്. വാസ്തവത്തിൽ ഓരോ തേനീച്ചയും കൊണ്ടുവരുന്ന വ്യത്യസ്ത തേനിന് വ്യത്യസ്ത രുചിയാണ്. എന്നാൽ അതെല്ലാം കൂടെ ഒന്നായി ചേരുമ്പോൾ അതിന് ഏത് രാജ്യത്തും ഒരേ ടേസ്റ്റാണ്, ഒരേ ഔഷധ ഗുണമാണ്. എന്താണ് ഇതിൻ്റെ ആത്മീയ അർത്ഥം? നമ്മുടെ ഐക്യത. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ ഒരിക്കലും ഒറ്റപ്പെട്ട് നിൽക്കാൻ പാടില്ല. അടുത്ത കാലത്ത് ഒരു പുതിയ മൂവ്മെൻറ്റിനെ കുറിച്ച് കേട്ടു. മാനസാന്തരപ്പെടുന്ന ആളുകൾ അവരുടെ വീട്ടിൽ പാട്ടുപാടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതിയെന്ന്. അങ്ങനെയല്ല. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടണം. സമാന സ്വഭാവമുള്ള, സമാന വിശ്വാസമുള്ള ആളുകൾ ഒരുമിച്ച് കൂടണം എന്നുള്ളത് ശരി. അതൊരു ഉത്തുംഗമായ ഒരു വലിയ സൗധത്തിൽ, ഒരു വലിയ കെട്ടിടത്തിൽ, അല്ലെങ്കിൽ വലിയ ഒരു ഓഡിറ്റോറിയത്തിൽ ആയിരിക്കണമെന്നൊന്നും നിർബന്ധമില്ല. വാടക കെട്ടിടത്തിലാകാം, അതല്ല വീട്ടിലാകാം. സർക്കാർ അനുവദിക്കുന്ന പക്ഷം വീടുകളിൽ തീർച്ചയായിട്ടും പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. പക്ഷേ അവിടെ നടത്തുന്നവരുണ്ടായിരിക്കണം. നടത്തപ്പെടുന്നവരും നടത്തുന്നവരും അത് വേദപുസ്തകത്തിലുണ്ട്. കൃപാവരം ലഭിച്ച ആളുകളുണ്ടായിരിക്കണം. 5 കൃപാവരങ്ങൾ ആണ് നടത്തുന്നവർക്കുള്ളത്: അപ്പോസ്തോലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. ഇതിൽ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും ദൈവവചന രേഖയാക്കാൻ വേണ്ടി ആണ് അവരെ ദൈവം ഉപയോഗിച്ചത്. അത് ലഭ്യമായി. അവരാൽ ലഭിച്ച ദൈവവചനത്തിൻ്റെ ഒരു ചുരുക്കപ്പേരെന്ന് പറയുന്നത് അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്നാണ്. നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലന്മാരാലും പ്രവാചകന്മാരും ലഭിച്ച ദൈവവചനമാകുന്ന അടിസ്ഥാനം. പക്ഷെ അത് പൊരുൾ തിരിച്ച് തരേണ്ട കൃപാവരമുള്ള ആളുകളുണ്ടായിരിക്കണം. അതാണ് സുവിശേഷകനും ഇടയനും ഉപദേഷ്ടാവും. അതല്ലാതെ ഒരു മാനസാന്തരമൊക്കെ ഉണ്ടായി, മദ്യപാനമൊക്കെ ഉപേക്ഷിച്ചു, ദൈവത്തോടൊരു ഭക്തിയൊക്കെ ഉണ്ടായി, അങ്ങനെയുള്ള ആളുകൾ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും പാടാനും ഒക്കെ ഒരു താല്പര്യം ഉണ്ടായി അവരെവിടുന്നെങ്കിലും ഒരു പാട്ടുകളൊക്കെ വാങ്ങിച്ച് അവർ അത് പാടുക, വീട്ടിലിരുന്ന് ഇങ്ങനെ പാടുക, അതല്ല സഭാ സംവിധാനം. യെരുശലേമിലെ സഭയിൽ 2 ഭാഷയിലുള്ള ആളുകൾ, ഇബ്രായ ഭാഷക്കാരും യോന ഭാഷക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ സഭയാണെങ്കിൽ പല ഭാഷക്കാർ, പല സംസ്കാരത്തിൽ നിന്നുള്ള ആളുകൾ, പല ജാതിയിലും ഉപജാതിയിൽ നിന്നുള്ള ആളുകൾ, പല വിദ്യാഭ്യാസമുള്ള, പല സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകളെല്ലാം ഒരുമിച്ച് ഒരു മനസ്സോടെ കൂടാൻ തയ്യാറാകണം. ധനികരായ ആളുകൾ ദരിദ്രരായ ആളുകളെ സഹായിക്കണം. വ്യത്യസ്ത കഴിവുള്ള ആളുകൾ കഴിവില്ലാത്ത ആളുകളെ സഹായിക്കണം. അതാണ് കൂട്ടായ്മ. അതുപോലെ കൃപാവരം ലഭിച്ച ദൈവദാസന്മാർ ദൈവവചനം അവരെ പഠിപ്പിക്കണം. ഇവിടെ സ്തോത്രകാഴ്ചയോ കാണിക്കുകയോ വഴിപാടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നും യേശു പറഞ്ഞിട്ടുമില്ല. എന്നാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ ഒരു സ്ഥലസഭ എന്നുള്ള നിലയിൽ അവർ കൂട്ടായ്മ ആചരിച്ച് പോകണം. അതാണ് ഈ യേശു തേൻ കഴിച്ചു എന്നുള്ളതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ആത്മീക അർത്ഥം. പല പൂവിൽ നിന്നുള്ള, പല ചെടിയിൽ നിന്നുള്ള ആ തേൻ ഒരുമിച്ച് ചേരുമ്പോൾ ഒരേ രുചിയായിട്ട്, ഒരേ മധുരമായിട്ട്, ഒരേ ഗുണമുള്ളതായിട്ട് തീരുന്നു. അതുപോലെ പലരായി നമ്മൾ ഒരുമിക്കണം. 133 സങ്കീർത്തനത്തിലുണ്ട്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭ, എത്ര മനോഹരവുമാകുന്നു. അപ്പോൾ ആ ഒരു കർത്താവ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സഭാ കൂട്ടായ്മ, അതായത് നടത്തുന്നവർക്ക് വചനം പഠിപ്പിക്കാൻ കൃപാവരം ലഭിച്ച, പൊരുൾ തിരിച്ചു തരാൻ കൃപാവരം ലഭിച്ച ആളുകളുടെ കീഴിലുള്ള ഒരു സഭാ സംവിധാനം. അതാണ് ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് കർത്താവ് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാതെ തേനീച്ചക്കൂട്ടിലാണെങ്കിലും റാണിയില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു സഭയെ സംബന്ധിച്ച്
കൃപാവരമുള്ള ദേവദാസന്മാർ തീർച്ചയായിട്ടുമുണ്ട്. അവരിൽ നിന്ന് വചനം പഠിക്കാനുള്ള സന്നദ്ധത നമുക്കുണ്ടാകണം. അങ്ങനെ അവരുടെ ശിക്ഷണത്തിനും നിയന്ത്രണത്തിനും അവരുടെ അഭ്യസനത്തിനും വിധേയപ്പെട്ട് വളരെ ചിട്ടയോടുകൂടെ ഉള്ള ഒരു സഭാ സംവിധാനം, അതാണ്. അത് വീട്ടിലാകാം, ഒരു പൊതുസ്ഥലത്താകാം, സംഖ്യയുടെ വലിപ്പം അനുസരിച്ച് വലിയ സ്ഥലത്താകാം. പക്ഷേ യേശു വിഭാവനം ചെയ്ത ആ കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല. കർത്താവ് അവരിൽ സന്തോഷിക്കുവാൻ ഇടയാകണം. ഇവിടെ യേശു വറുത്ത മീനും തേൻകട്ടയും വാങ്ങി കഴിച്ചു. അതിലെ ആത്മീയ പാഠം നമുക്ക് ഉൾക്കൊള്ളാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.